ഹലോ ചങ്കളെ, വെൽക്കം ബാക്ക്. ഇത്തവണ കൊളീഗ്സിനും കൂടെ കൂട്ടി യമൻ മന്തിയും കഴിച്ചു നേരെ പോയി നമ്മുടെ ഡെസേർട്ട് ക്യാമ്പിലേക്ക്. ആദ്യം നമ്മൾ ഡെസേർട്ടിൽ ഡ്യൂൺ ബാഷിങ് കഴിഞ്ഞ് നേരെ പോയി കോഡ് ബൈക്ക് എടുത്തു. അരമണിക്കൂർ നമുക്ക് കോഡ് ബൈക്ക് റൈഡിങ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അവിടെ ക്യാമൽ റൈഡിങ്ങും അതേപോലെ തന്നെ ഹോഴ്സ് റൈഡിങ്ങും നമുക്ക് അവിടെ അവൈലബിൾ ആയിരുന്നു. ഈ ആക്ടിവിറ്റീസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം തട്ടിമുട്ടി നിന്നതിന് ശേഷം നമ്മൾ നേരെ ക്യാമ്പിലേക്ക് പോയി. ഇത്തവണ നമ്മൾ പോയത് യൂണിവേഴ്സലിന്റെ പ്രീമിയം ക്യാമ്പിലേക്കാണ്. ഇവരുടെ മൊത്തത്തിലുള്ള ആംബിയൻസ് വളരെ കളർഫുൾ ആയിരുന്നു. അങ്ങനെ നമ്മൾ ആ ക്യാമ്പിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ചെറിയ സ്റ്റോൾസിലൊക്കെ ഒന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്തു. ഇവരുടെ ക്യാമ്പിൽ ലേഡീസിന് ഫ്രീ ഹെന്ന ടാറ്റു അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറച്ച് അറബിക് സ്റ്റൈലിലുള്ള ജ്വല്ലേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഡെസേർട്ട് ക്യാമ്പിൽ വരുന്ന മോസ്റ്റ്ലി ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമുള്ള ഒരു സംഭവമാണ് ശീഷ സ്മോക്കിംഗ്. അങ്ങനെ ഒരു ശീഷ സ്റ്റോറും നമുക്കിവിടെ അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ ഷോപ്സൊക്കെ വിസിറ്റ് ചെയ്ത ശേഷം എൻട്രൻസിൽ ഗുവ ചായയും ഡേറ്റ്സും കഴിച്ചു. ഇതുപോലെ തന്നെ ക്യാമ്പിനകത്ത് നമുക്ക് ഫാൽക്കൺ ഫോട്ടോഗ്രാഫിയും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കുറച്ചു നേരം തട്ടിമുട്ടി നടക്കുമ്പോഴേക്കും നമുക്ക് ഫുഡിനുള്ള ടൈമായി. ഫുഡിൻ്റെ കേസിൽ ഇവർക്ക് ഒരു കോംപ്രമൈസും ഉണ്ടായിരുന്നില്ല. നല്ല പ്രീമിയം ക്വാളിറ്റി ഫുഡ് തന്നെയാണ് നമുക്ക് ഇവർ സെർവ് ചെയ്തിരുന്നത്. ഇന്ത്യൻസിനും യൂറോപ്യൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന എല്ലാ ടൈപ്പ് ഫുഡ്സും ഇവിടെ അവൈലബിൾ ആയിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ അൺലിമിറ്റഡ് സോഫ്റ്റ് ഡ്രിങ്ക്സും അവൈലബിൾ ആയിരുന്നു. അതുകൂടാതെ ലിക്കർ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ക്യാമ്പിനകത്ത് പ്രീമിയം ലിക്കേഴ്സും അവൈലബിൾ ആണ്. അങ്ങനെ നമ്മൾ കുറച്ചേരം കൂടെ ചുറ്റിക്കറങ്ങുമ്പോഴേക്കും നമ്മുടെ ഷോസ് പയ്യെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ക്യാമ്പിലെ ഫസ്റ്റ് ഷോ വന്നിട്ട് നമുക്ക് ബെല്ലി ഡാൻസ് ആയിരുന്നു. ഡെസേർട്ട് സഫാരിയിലെ മെയിൻ അട്രാക്ഷനും മെയിൻ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത് തന്നെ ബെല്ലി ഡാൻസ് ആണ്. ഒരുപാട് തവണ ഡെസേർട്ട് സഫാരി പോയ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് യൂണിവേഴ്സൽ ക്യാമ്പിലെ ബെല്ലി ഡാൻസ് കുറച്ചും കൂടെ അട്രാക്റ്റീവായിട്ട് തോന്നി. അങ്ങനെ നമ്മളെല്ലാവരും ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ബെല്ലി ഡാൻസ് വളരെയധികം എൻജോയ് ചെയ്തു. അങ്ങനെ ബെല്ലി ഡാൻസ് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കിന് ശേഷം നമ്മുടെ അടുത്ത പ്രോഗ്രാം തുടങ്ങി, ഫയർ ഡാൻസ്. ഡെസേർട്ട് സഫാരിയിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമാണ് ഫയർ ഡാൻസ്. മറ്റുള്ള ക്യാമ്പ്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലെങ്തിയർ ആണ് ഇവരുടെ ഒരു ഫയർ ഡാൻസ്. അങ്ങനെ നമ്മുടെ ഫയർ ഡാൻസ് കഴിഞ്ഞ് ചെറിയൊരു ബ്രേക്കിൽ സോങ് ഇടുന്ന സമയത്താണ് നമ്മുടെ ഓപ്പോസിറ്റ് ടേബിളിൽ ഇരുന്നിരുന്ന കുറച്ച് യൂറോപ്യൻസിൻ്റെ ഡാൻസ് നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു. ഇത് കണ്ട പാടെ നമ്മുടെ മല്ലു ചേട്ടന്മാർ ഫുള്ള് ഗ്യാങ്ങായി നല്ല മലയാളം പാട്ടിട്ട് ക്യാമ്പ് ഫുള്ള് കിഡിലൻ ഡാൻസ് ആയിരുന്നു. അങ്ങനെ ഈ ഡാൻസിൻ്റെ ഇടയിൽ അടുത്ത പ്രോഗ്രാം അനൗൺസ് ചെയ്തു. പിന്നീട് നമുക്കുണ്ടായിരുന്നത് തണൂര ഡാൻസ് ആയിരുന്നു. ഇവരുടെ ഈ ലൈറ്റിംഗ് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂമും സ്റ്റൈലിഷ് ആയിട്ടുള്ള ഈ ഡാൻസും ഒക്കെ വളരെയധികം നമ്മൾ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ പാടെ നമ്മൾ അടുത്ത പ്രോഗ്രാം തുടങ്ങി, കാർട്ടൂൺ ഡാൻസ്. ഇതും വളരെയധികം എൻജോയബിൾ ആയിരുന്നു. ഈ ഗൊറില്ല തന്നെയായിരുന്നു ഈ പ്രോഗ്രാമിന്റെ മെയിൻ ഹൈലൈറ്റ്. അങ്ങനെ അത് കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ആഫ്രിക്കൻ ഡാൻസ് ഉണ്ടായിരുന്നു. അതും നമ്മുടെ മല്ലു ചേട്ടന്മാർ അടിച്ചു പൊളിച്ചു. അങ്ങനെ ആ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ ബെല്ലി ഡാൻസും സ്റ്റാർട്ട് ചെയ്തു. മറ്റ് ക്യാമ്പുകളിലൊക്കെ നമുക്ക് ഒറ്റ ബെല്ലി ഡാൻസേ ഉള്ളൂ. പക്ഷേ യൂണിവേഴ്സലിന്റെ പ്രീമിയം ക്യാമ്പിൽ 2 ബെല്ലി ഡാൻസ് അവൈലബിൾ ആണ്. അങ്ങനെ ഈ ബെല്ലി ഡാൻസ് ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ഈജിപ്ഷ്യൻസിന്റെ വക ചെറിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതും നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു. അങ്ങനെ പ്രോഗ്രാം